നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ടൂറിന്റെ ആ ഒരു മാനേജ്മെന്റ് പിന്നെ നല്ല രീതിയിൽ നമ്മളെ ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്തെത്തുന്ന സമയത്ത് ഇതിന്റെ സ്ഥലമാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ഇതിന്റെ ശരിക്കും ഞാൻ ഇതിലേക്ക് ടൂറിലേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നെങ്കിൽ അതിന്റെ ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊന്നും അറിഞ്ഞുകൂടാണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഗ്രൂപ്പുകളിലും അതിന് കൃത്യമായിട്ട് ഒരു വിവരമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ടൂർ മാനേജ്മെന്റ് ഷെമിന് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും സമയത്തും നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ പോയിട്ടുണ്ട്. ഇന്നെ സ്ഥലം അല്ലെങ്കിൽ ഇതിന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കത് നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എത്തിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഹോട്ടലൊക്കെ ഫുഡൊക്കെ നമുക്കത് നമ്മളെ പിന്നെ കേരള ഫുഡ് കിട്ടിയിട്ടില്ല. നമ്മളൊരു ചാറും ചോറാണ് നമുക്ക് അതാ നല്ലത്. പക്ഷെ എന്നാലും നമുക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. അനിയേട്ടന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ചെറുതില്ല നമ്മളെ കഴിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി വന്നതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഓവറായിട്ട് അനിയേട്ടന് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അത് പിന്നെ എനക്കറിയാവുന്നത് ഞാൻ അത്ര ഇതായിട്ട് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഹോട്ടലിലൊക്കെ മോശമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. തണുപ്പ് കൂടുതലിന്റെ ഹീറ്റർ വെച്ചിട്ടുണ്ട്, നമ്മൾ എക്സ്ട്രാ ഇതില് വെച്ചിട്ടുണ്ട്. എല്ലാവരും വെച്ചിട്ട് തണുപ്പ് ആസ്വദിക്കുന്നവരെ ആസ്വദിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. പിന്നെ എല്ലാവരും ഇല്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ശരിക്ക് നല്ലൊരു എഫക്ട് ഉണ്ടായത്. നമ്മള് ഫസ്റ്റ് ദിവസം ക്യാമ്പ് ഫയർ ഒന്നും ഇല്ലായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമുക്ക് രാത്രി ആ തണുപ്പില്. അപ്പൊ രണ്ടാം ദിവസം നമുക്ക് ക്യാമ്പ് ഫയർ നല്ല രീതിയിൽ നമ്മള് ഇപ്പം കനവത്തൊക്കെ പറഞ്ഞ സ്റ്റെപ്പ് വെച്ചിട്ടില്ല, ഫസ്റ്റില് സ്റ്റെപ്പ് വെക്കാൻ പറ്റിയിരുന്നു. അപ്പൊ ആർക്കും അത് കാണുമ്പോ വെറുതെ ഇരിക്കുന്നവരോടൊന്ന് സ്റ്റെപ്പ് വെച്ചു. അപ്പൊ ഞാനും നല്ലോണം ആസ്വദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്യാമ്പ് ഫയറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടില്ല. നമുക്കറിയാം ഏതൊരു ഇതിൽ പോകുമ്പോൾ വ്യത്യസ്ത അനുഭവങ്ങളാണ്. ആ ഒരു നല്ലൊരു അനുഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഒത്തിട്ട് നമ്മള് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ള വെച്ചാല് പ്രായം നോക്കാതെ നമ്മളിപ്പോ ഒരു കുട്ടികളുടെ കളിയായി മാറിയിട്ട് എല്ലാരും ഒരേപോലെ ഇപ്പൊ അച്ഛന്റെ വയസ്സ് അച്ചാച്ചന്റെ വയസ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വയസ്സൊന്നും ഒന്നിനും ഒരു തടസ്സമല്ല, ഒരു ഘടകമല്ല എന്നുള്ള മാറിക്കൊണ്ട് നമ്മളൊരു കുട്ടികളെ കളിയിലേക്ക് എല്ലാരും ഒന്നിച്ച് ചേർന്ന് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. വലിയൊരു അനുഭവം തന്നെയാണ്. പിന്നുള്ളൊരു കാര്യമായിട്ട് പറയാനുള്ളത്, ഇതിന് കുറെ ഫോട്ടോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോ നാട്ടിലെത്തിക്കഴിഞ്ഞാല് നമ്മള് പിന്നെ മന്തി ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓഫറെല്ലാം വന്നിട്ടുണ്ട്. അതിപ്പോ എന്തെല്ലാം കഴിക്കണം ഏതെല്ലാം ദിവസങ്ങളിലാണെന്ന് ചാർട്ട് ചെയ്ത് വെക്കേണ്ടി വരും. കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. മഞ്ഞ് മലയിൽ പോയിട്ട് മഞ്ഞിന്ന് ശരിക്ക് എന്താ പറയാ ഭാര്യയും കെട്ടിപ്പിടിച്ച് ഉരുളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ഫോട്ടോസ് എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ സതീശനെല്ലാം എന്റെ കാല് പിടിക്കാൻ തന്നെ വന്നിട്ടുണ്ട്. അതൊന്നും എവിടെയും പോരുത് എന്നുള്ളത്. എന്തായാലും നമ്മളെ ഈ കാര്യങ്ങളൊന്നും പുറത്തൊന്നും പോകില്ല എന്നുള്ളൊരു ഉറപ്പ് ഞാൻ തരാം. എന്നാലും സതീശന് എനിക്ക് കുറെ ഓഫർ തന്നിട്ടുണ്ട്. അതെന്തായാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ സുമേഷ് അത് അനുഭവം പങ്കിട്ടിട്ടുണ്ട്. എന്നാലും ശരിക്കും ഞാൻ സുമേഷ് ചോദിക്കുന്ന സമയത്ത് പറയുന്ന സമയത്തും ഇങ്ങോട്ട് അഡ്രസ് എല്ലാം കൊടുക്കുമ്പോൾ നല്ലൊരു പ്രതീക്ഷയോടെയാണ് ആ മുഖത്ത് കണ്ടിട്ടുള്ളത്. സിംഗിൾ ആണോ എന്നെല്ലാം ചോദിച്ച സമയത്താണ്. അപ്പൊ ഞാൻ ഇഷ്ടായോ സുമേഷ് ഇഷ്ടായോ എന്ന് ചോദിക്കുമ്പോൾ സുമേഷ് പാവം ഭയങ്കരമായിരുന്നു. അപ്പൊ പെൺകുട്ടീന്റെ അടുത്തുള്ള ആ ഒരു മുഖഭാവം കാണുമ്പോണ്ടല്ലോ ശരിക്കും നമ്മള് കേരളത്തിലേക്ക് വരുന്നോന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ കൂട്ടാൻ ഇഷ്ടായോന്ന് ചോദിച്ചു ഭയങ്കര ആ ഒരു വൈബ് കാണേണ്ടത് തന്നെയാ. അപ്പൊ അതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലുണ്ടായിട്ടുള്ള അപ്പൊ ശരിക്ക് ഞാൻ തിരിച്ചിങ്ങ് വരുന്ന സമയത്ത് സതീശൻ നമ്മളൊരു ആശ കൊടുക്കുമ്പോഴാണ് അത് ശരിക്കും പറയുന്നടാ പോയിട്ട് വേണ്ടാന്ന് തന്നെയാ സതീശൻ നമ്പറെല്ലാം വേഗം ഇൻസ്റ്റാഗ്രാം നമുക്ക് പരിചയപ്പെടാം ഉണ്ടാക്കാം എന്നെല്ലാം പറഞ്ഞ് വേഗം കൊടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പാടെയുള്ള ഒരു വേറൊരു പെൺകുട്ടി ഇപ്പൊ നാട്ടിലേക്ക് സെറ്റായി എന്നെല്ലാം പറഞ്ഞ ഡൺ എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര ഇതിലായിരുന്നു. പിന്നെ പിന്നീട് പോയിട്ട് സതീശൻ അത് പറഞ്ഞ് അത് ഇംഗ്ലീഷ് ആയിരുന്നു ഭാഷ അറിയാത്ത പ്രശ്നം ഭയങ്കര സതീശൻ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഫാമിലി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൽ പറയേണ്ടതായിട്ട്. ശരിക്കും ഞാൻ പോകുന്ന ടൂറുകളിൽ LIC ടൂറുകളെല്ലാം ചേട്ടനൊപ്പം തന്നെയാണ് പോലെ. അപ്പൊ ശരിക്കും LICയിൽ വന്നതിന് ശേഷമാണ് പല സ്ഥലങ്ങളും പോകാനും കാണാനും ടൂർ ആസ്വദിക്കാനും കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ മുന്നേ ഒന്നും ഞാൻ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കൂടെ അത്രത്തോളം സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല. അപ്പോ ഇതിൽ കൂട്ടാത്തതിൽ വിഷമമുണ്ട്. അതുകൂടെ കുറെ ആൾ
തിരിച്ചും കൊടുത്തിട്ടുണ്ട് മൂപ്പരെടുത്ത്. അപ്പൊ ഞാനത് ചോദിച്ചിട്ടുണ്ട് വരുന്നോന്ന്, ഇല്ല എന്നുള്ള മൂപ്പരെന്നെ പറഞ്ഞ എന്നെ ഇനി പോട് എന്തായാലും മാക്സിമം ഇതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പോകാൻ പറ്റുന്ന സമയമൊക്കെ എപ്പോ പോകാൻ കഴിഞ്ഞെന്നൊന്നും പറ്റൂല. അപ്പോൾ പറ്റുന്ന സമയത്ത് പോവുക തന്നെ ചെയ്യണം, അത് മാറ്റി വെക്കണ്ട എന്നുള്ള സമയത്തോട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങൾ